തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ലെമൂർ ബീച്ചിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ കന്യാകുമാരിയിൽ കൊല്ലങ്കോട് വഴി നമ്മൾ മണ്ടക്കാട് വഴി കന്യാകുമാരിയിലേക്ക് പോകുന്ന ഒരു കടൽക്കരയിലേക്കുള്ള റോഡുണ്ട്. ആ റോഡിലേക്ക് പോകുന്ന സമയത്താണ് ലെമൂർ ബീച്ചിലേക്ക് തിരിയുന്ന ഈ റോഡ്. ബീച്ചിൽ വളരെ ഫേമസ് ആണെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്ന അപ്രോച്ച് റോഡുകളൊന്നും അത്ര നല്ലതല്ല. പാർക്കിംഗ് ഫീസായിട്ട് 30 രൂപ കൊടുത്തിട്ട് നമ്മൾ വണ്ടി ഇവിടെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതാണ് പ്രധാന എൻട്രൻസ്. ഇവിടെ അകത്തേക്ക് കയറുന്നതിന് ടിക്കറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളൊക്കെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു ബീച്ച് ആണ്. പക്ഷേ മെയിൻ്റനൻസിൻ്റെ ഒരു വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ ബീച്ചിലേക്ക് ഞാൻ വരുന്നത്. അതിൻ്റെ അടുത്തായിട്ടൊരു ടെമ്പിളുണ്ട്. ലെമൂർ ബീച്ചിനൊരു ബോർഡ്, അത് ഇങ്ങനെ കുറേ ഭാഗമൊക്കെ കയറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ബീച്ചിലേക്ക് കയറി പോകുന്ന വഴി അതിൻ്റെ സൈഡിൽ ആയിട്ട് എന്തോ ഷെഡൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ അടുത്ത കാലം വരെ ബീച്ച് കുറച്ച് ദിവസം അടച്ച് ഇട്ടേക്കായിരുന്നു. 1-2 മാസത്തിന് മുമ്പ് വരെ അടച്ചിട്ടേക്കായിരുന്നു. ആളുകളെ ഒന്നും വിടുന്നില്ലായിരുന്നു. ഇവിടെ അപകടം നടക്കുകയും 5 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ബീച്ചിലേക്ക് കയറി വരുന്ന ഒരു പ്രതിഭാസം ഉണ്ടെന്നാണ് അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആ സമയത്ത് ആളുകളെ ഇവിടെ കയറാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാറില്ല. അപ്പോൾ വന്ന ടൂറിസ്റ്റ് അവർ പറയുന്നത് കേൾക്കാതെ വരികയും അങ്ങനെ വെള്ളത്തിലേക്ക് പെട്ടുപോവുകയും ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. വരുന്ന ആളുകൾ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയാതെ ചാടി ഇറങ്ങുന്ന വളരെ അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ അത് സൂക്ഷിക്കുക. നല്ല മനോഹരമായിട്ടുള്ള ബീച്ചാണിത്. ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഒരു ഫോറിൻ ബീച്ചിൻ്റെ പ്രത്യേകത തോന്നുന്ന ബീച്ചാണ് ലെമൂർ ബീച്ച്. ബീച്ചിൽ കാറ്റാടി മരങ്ങളുണ്ട്, തെങ്ങ് നിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു ഫോട്ടോ പോയിൻ്റാണ്. പിന്നെ ബീച്ചിൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ ഇടിഞ്ഞ് താന്നു പോയതായിട്ട് കാണാം. അത് ഈ വെള്ളം കയറി വരുന്ന സമയത്ത് ഇടിഞ്ഞിട്ട് പോയതാണെന്ന് തോന്നുന്നു. പിന്നീട് ബീച്ചിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് ഒരു നേരത്തെ പറഞ്ഞ പോലെ ടെമ്പിളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് ആ ഷെഡിൻ്റെ പണി നടക്കുന്നത്. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ പകൽ സമയത്ത് രാവിലെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അത് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. ഒരു ചെറിയൊരു ജ്യൂസ് ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ബ്രെഡ് ഓംലേറ്റും ജ്യൂസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളുമായിട്ട് ഇപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ രസമായിട്ട് കാണാൻ നല്ല രസമാണ്. ഒരിക്കലും അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ബീച്ചിലേക്ക് കുളിക്കാനൊന്നും പോകരുത് എന്നാണ് അതിൻ്റെ അഡ്വൈസ്. കാരണം അത് വളരെ ഡീപ്പ് ബ്ലൂ കളറുള്ള സീ ആണ്. നല്ല താഴ്ച ഉണ്ട്. നല്ലൊരു ഫോട്ടോ പോയിൻ്റാണ്. പക്ഷേ നമ്മൾ കുളിക്കാനോ പോലുള്ള കാര്യങ്ങൾ ഇറങ്ങരുത്. അതിൻ്റെ സൈഡിലായിട്ട് ഈ കാണുന്ന പോലെ എല്ലാം ഇടിഞ്ഞ് താന്ന് പോയത് കാണാം. അതിൻ്റെ മുകളിൽ നിന്ന് കാണാം. അവിടെ റെഡ് ഫ്ലാഗ് വെച്ചിട്ട് അവിടെ നമ്മുടെ പ്രൊട്ടക്ഷൻ ഫോഴ്സിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അവരോട് നിൽപ്പുണ്ട്. പോലീസുണ്ട്. പൊതുവെ ആളുകൾ കുറവായിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത്. പക്ഷേ പിന്നെ ഒരുപാട് പേര് വരുന്നതാണെന്നാണ് അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കന്യാകുമാരി ഒക്കെ പോകുമ്പോൾ ഈ റൂട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി ഒന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് ലെമൂർ ബീച്ച്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഭംഗി അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ് പുതുതായിട്ട് എന്തോ ചില പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവിടുത്തെ കടക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ പ്രോജക്റ്റ് പ്രകാരം അവിടെ കല്ല് കെട്ടി അടുക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, എൻ്റെ തീരദേശത്തിൻ്റെ സംരക്ഷണത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കുളച്ചലിൻ്റെ പോർട്ട് വർക്ക് നടക്കുന്നുണ്ട്. ആ പോർട്ട് വർക്ക് നടക്കുമ്പോൾ അവിടെ തിരമാല കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയുകയുണ്ടായി. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ അടുപ്പിച്ച് ദൂരമേ ഉള്ളൂ കന്യാകുമാരിക്ക് പോകാം. തീരദേശത്ത് കൂടെ പോകാം. നല്ല റൂട്ടാണത്. ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുള്ള റൂട്ടുകളിലൊന്നാണിത്. ലെമൂർ ബീച്ചിലെ ഈ തെങ്ങുകൾ അതുപോലെ തന്നെ കാറ്റാടി മരങ്ങളും ഒക്കെ നമ്മുടെ ഫോട്ടോയെ വളരെ മനോഹരവും അട്രാക്റ്റീവ് ആക്കുന്നൊരു പോയിൻ്റാണ്, സ്ഥലമാണ്. ഒരുപാട് ആളുകൾ യൂട്യൂബിൽ തന്നെ വീഡിയോസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ലെമൂർ ബീച്ച്. അപ്പോൾ തീർച്ചയായിട്ടും യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ എപ്പോഴെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കന്യാകുമാരിയിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പോകേണ്ട റൂട്ടെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പുതിയ എക്സ്പ്രസ് ഹൈവേ വഴി നേരെ കൊല്ലങ്കോട് വരെ നമ്മുടെ കൊല്ലങ്കോട് എന്നുള്ള സ്ഥലത്തേക്ക് എത്തുക. കൊല്ലങ്കോട് എത്തിയതിന് ശേഷം കൊല്ലങ്കോട് നിന്ന് തീരദേശത്ത് കൂടെ ഇങ്ങനെ നമുക്ക് തേങ്ങാപ്പട്ടണം ആ റൂട്ടിൽ കൂടെ അങ്ങനെ പോവാം. കുളച്ചൽ വഴി അങ്ങനെ പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നാഗർകോവിൽ പോകുന്ന റൂട്ടിലാണെങ്കിൽ നാഗർകോവിൽ പോകുന്ന റൂട്ടിൽ
തക്കലയിൽ പോയിട്ട് തിരിഞ്ഞു പോകാം. അഴകിയ മണ്ഡപത്തിൽ ചെന്നിട്ട് തിരിഞ്ഞ് നിങ്ങൾക്ക് പോകാവുന്നതാണ് ലെമൂർ ബീച്ചിലേക്ക്. അവിടെ നിന്നെല്ലാം ഒരു 25 മിനിറ്റിൽ നമുക്ക് ലെമൂർ ബീച്ചിൽ എത്തിച്ചേരാവുന്നതാണ്. തക്കലയിൽ നിന്ന് നമ്മുടെ ഇരണിയലിൽ പോകുന്ന റൂട്ടിൽ കൂടെ കട്ട് ചെയ്ത് വരാം. അതുപോലെ തന്നെ നമ്മുടെ അഴകിയ മണ്ഡപത്തിൽ നിന്ന് മണ്ടേ മാർക്കറ്റ്, മണ്ടക്കാട് ടെമ്പിൾ ഒക്കെ പോകുന്ന ആ റൂട്ടിൽ കൂടെ എങ്ങനെയും കയറി വരാം. മണ്ടക്കാട് ടെമ്പിളിൻ്റെ അവിടുന്ന് 11 കിലോമീറ്ററാണ് ബീച്ചിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒരു 20 മിനിറ്റിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാവുന്നതാണ്. ഒരു ദിവസം ഫുള്ള് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു 2-3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാം. നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല കുറച്ച് നേരത്തെ വ്യൂ അവിടെ കാണാം. വൈകുന്നേരങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നമ്മൾ ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശരിക്കും ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ലെമൂർ ബീച്ചിൽ പോകണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവിടെ പോകാൻ പറ്റി അവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുകയാണ്. ഞാൻ പോയിട്ടുള്ള ബീച്ചുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള ബീച്ചുകൾ കേരളത്തിൽ ഒന്നാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്, ഡ്രൈവിംഗ് ബീച്ച്. അപ്പോൾ അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടൊരു ബീച്ചാണ് ലെമൂർ ബീച്ച് എന്ന് പറയുന്നത്. ഒരുപാട് എന്താ പറയുന്നത്, നേരത്തേക്കുള്ള വീഡിയോകളിലൊക്കെ കാണുന്ന സമയത്ത് വേറൊരു രീതിയായിരുന്നു ബീച്ചിലുണ്ടായിരുന്നത്. അതിൽ മണ്ണ് കുറേ സ്ഥലങ്ങളിലൊക്കെ ഇടിച്ചു പോയതാണെന്നൊന്നും അതിൻ്റെ ഒരു വ്യത്യസ്തത ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് ബീച്ച് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസ്, പ്രത്യേകിച്ചും പ്രീ വെഡ്ഡിങ്, പോസ്റ്റ് വെഡ്ഡിങ് ഒക്കെ ഷൂട്ടൊക്കെ നടത്താനൊക്കെ ആണെങ്കിൽ പറ്റിയ ഒരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ക്യാമറ ആംഗിളുകളും നല്ല ലൊക്കേഷൻസും അതിൻ്റെ കവറേജ് എടുക്കുന്നതെല്ലാം തന്നെ നല്ല പ്രത്യേക ഭംഗി നമുക്ക് തരുന്നുണ്ട്. തിര നല്ല ശക്തമായിട്ട് അടിക്കുകയാണ്. നമ്മൾ താഴേക്ക് ഇറങ്ങരുത് എന്ന ലൈഫ് ഗാർഡ് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു കിഡ്സിൻ്റെ പ്ലേ ഏരിയയൊക്കെ ഉണ്ട്. വലുതായിട്ടൊന്നുമില്ല, ഒരു ചെറിയ കിഡ്സ് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് കാണാവുന്നതാണ്. ബീച്ചിൻ്റെ ഇന്നർ പോർഷനുള്ള വ്യൂ ആണിത്. അതുകൊണ്ട് വെള്ളം നല്ല ശക്തമായ തിര തന്നെ വരികയാണ്. അതുകൊണ്ട് ആ സൈഡിൽ കാണുന്നതാണ് തന്നെ കുളച്ചൽ പോർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വേസ്റ്റുകളൊന്നും ഈ ബീച്ചിൽ അങ്ങനെ ആളുകൾ ഇട്ടതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ബീച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നൊന്നും. പിന്നെ ചെറിയ ചെറിയ ടീ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ ഹോട്ടലുകളൊന്നുമില്ല. പിന്നെ തൊട്ടടുത്തായിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ് ഇവിടെ നിന്നാണ് കാണാം. അതിൻ്റെ എൻട്രൻസ് ഗേറ്റിനോട് ചേർന്നാണ്. അത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് വരുന്ന റോഡും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു രീതിയിലാണ് കണ്ടത്. പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു ആലപ്പുഴ പോലെയുള്ള ചില ഏരിയാസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.